എല്ലാവർക്കും GV ലുക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെലവ് കുറഞ്ഞ ഒരു മെറ്റൽ ഡൈനിങ് ടേബിളിന്റെ വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ മരത്തിന്റെ ഒരു ഡൈനിങ് ടേബിൾ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് 15,000 മുകളിൽ ടേബിളിന് മാത്രമാവും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള മെറ്റൽ സ്റ്റെയർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള ഡൈനിങ് ടേബിൾ നമ്മൾ കാണും. പക്ഷെ ഈ റെസ്റ്റോറൻറ്റിലൊന്നും മരത്തിന്റെ ഡൈനിങ് ടേബിൾ ആരും ഉപയോഗിക്കാറില്ല. തേക്ക്, മഹാഗണി അങ്ങനെ നല്ല വില കൂടിയ മരത്തിന്റെ ഡൈനിങ് ടേബിൾ ഒന്നും ആരും ഉപയോഗിക്കാറില്ല. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ GI പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രെയിം കൂട്ടാൻ വേണ്ടിയിട്ട് 2:1 പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ മൊത്തമായിട്ട് ഉണ്ടാക്കാനും 2:1 നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മുടെ അളവ്, ഡൈനിങ് ടേബിൾ എത്ര അളവ് വേണം. ഇപ്പം മരം കൊണ്ട് ഉണ്ടാക്കുന്ന നമുക്ക് പല അളവിലും ഉണ്ടാക്കാം. നമ്മൾ വീട്ടിലൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കുന്നത് 6'5" സൈസിലാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് അത്ര വലിപ്പം ഇല്ലാണ്ട് ഞാൻ അത്ര വലിപ്പം അങ്ങോട്ട് ഉപയോഗിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഹാളിന്റെ ഒരു ഇപ്പോൾ 6'5" ആണെന്നുണ്ടെങ്കിൽ 30 സ്ക്വയർ ഫീറ്റോളം അങ്ങനെ പോകും. അപ്പൊ ഞാന് 5'3" ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2:1 പൈപ്പ്, ഇപ്പൊ ഗ്ലാസിന്റെ തള്ളടക്കം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 5'3" അപ്പം നമ്മൾ ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ 2 ഇഞ്ച് ഗ്ലാസ് പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ, ഫ്രെയിം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഫ്രെയിം ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5'3" ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 5 അടി വരാതെ അതിന് 4 ഇഞ്ച് കുറച്ചിട്ട് 2 ഭാഗത്തോട്ടും തള്ളു വേണം. അതുപോലെ 5'3" 3 അടി വരുന്ന ഭാഗത്ത്, വീതി 3 അടി വരുന്ന ഭാഗത്ത് 3 അടിക്ക് 4 ഇഞ്ച് കുറഞ്ഞ് അങ്ങനെ നമ്മൾ ഫ്രെയിം ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ ഇതുപോലെ, ഇത് നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തിയ ഒരു ഡിസൈനാണ്. ഇപ്പോൾ 4 കാല് ഇതിങ്ങനെ ചെരിച്ചു കൊടുത്തിട്ടുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇതിപ്പോ നേരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാല് നേരെ ഇരിക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളിന്റെ കാല് നമ്മുടെ ശരീരത്തിൽ മുട്ടാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെരിച്ചൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെയ്തത്, ഇപ്പൊ ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം 5'3" ഫ്രെയിം ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ നേർപകുതിയിൽ 2.5 1.5 അടിയിൽ അതുപോലെ തിരിച്ചൊരു ഫ്രെയിം ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ 4 മൂലയിൽ നിന്നും ഇതിന് എത്രയാണോ കാല്, 2.5 അടി ആണ് കാല് വരുന്നത്. ഏകദേശം ഒരു ഡൈനിങ് ടേബിളിന്റെ കാല് വരുന്നത് 2.5 അടിയാണ്. അപ്പൊ ആ 2.5 അടിയിൽ നമ്മൾ ചെരിച്ചു കൊടുത്തു. ചെരിച്ചു കൊടുക്കുമ്പോൾ 2.5 അടി എന്നുള്ളത് ഒരു 3 അടിയോളം വരും. നമ്മൾ ഇനി ഡൈനിങ് ടേബിൾ മാത്രമല്ല, അതിന്റെ കൂടെ നമ്മൾ ചെയറും കൂടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, മരത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 രൂപയോളം വരും. 20,000 കുറഞ്ഞത് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ GI പൈപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ബെഞ്ച് രീതിയിൽ, ഇപ്പൊ ഇതിൽ 3 ആൾക്ക് ഇരിക്കാം. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് 3 ചെയർ മേടിക്കുന്ന പൈസ നമ്മൾ കുറഞ്ഞ ചെലവിൽ, ഇതിന് ഏകദേശം ഏറി വന്നാല്, ഇപ്പൊ ഈ പൈപ്പ് ബെഞ്ച് ഉണ്ടാക്കാനുള്ള പൈപ്പാണെങ്കിലും ഡൈനിങ് ടേബിൾ ഉണ്ടാക്കാനുള്ള പൈപ്പാണെങ്കിലും മൊത്തമായിട്ട് നമുക്ക് ചെലവ് വന്നിട്ടുള്ളത് വെറും 1,200 രൂപയാണ് നമുക്ക് ഈ ഡൈനിങ് ടേബിളിന്റെ കമ്പിക്ക് മാത്രമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂലിയായിട്ട് വന്നിട്ടുള്ളത് 1,200 രൂപയും, പിന്നെ അല്ലറ ചില്ലറ വെൽഡിങ് സെറ്റിന്റെ വാടക, അങ്ങനെ ഗ്രൈൻഡറിന്റെ വാടക, അതെല്ലാം വാടക കൂട്ടിയിട്ട് ഒരു 300 രൂപയും വന്നു. അപ്പൊ ഇത്ര മാത്രമാണ് നമുക്ക് ഇതിന് വരുന്നത്. ഇനി ഇതിന്റെ മുകളിൽ ഇടാനുള്ള ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ വരുന്നത് 5'3" ആയതുകൊണ്ട് 2,400 രൂപ. ഈ കൂളിംഗ് ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത നിറത്തിലുള്ളത്. അപ്പൊ നമുക്ക് പ്യുവർ വൈറ്റ് ഉള്ളതും ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ വീട് മൊത്തമായിട്ട് ഒരു വൈറ്റ് ടച്ച് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഫ്രെയിം എല്ലാം വെള്ള കളറും അതുപോലെ ഇതിന്റെ ഗ്ലാസ് കറുത്ത കളറും എന്ന ഒരു സ്റ്റൈലിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മരത്തിന്റെ അല്ല, നിങ്ങളുടെ ആവശ്യം നടക്കണം എന്ന, ചെലവ് കുറയണം എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലുള്ള GI പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഡൈനിങ് ടേബിളുകൾ ഉണ്ടാക്കുക. ചെലവ് പരമാവധി കുറയും. കാരണം ഈ ഒരു ബെഞ്ചും ഈ ഒരു ഡൈനിങ് ടേബിളിനും ആകെ ചെലവ് വന്നിട്ടുള്ളത് ഏകദേശം 4,500 രൂപയാണ്. നമുക്ക് മരത്തിന്റെ ഡൈനിങ് ടേബിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു വിലയിൽ നമുക്ക് ചെറിയൊരു ഡൈനിങ് ടേബിളേ കിട്ടുള്ളൂ. ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ, അതും ചെയറില്ലാത്ത രീതിയിലുള്ള ഡൈനിങ് ടേബിളേ കിട്ടുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഒന്നുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ 3 ഭാഗത്ത് നമ്മൾ ചെയർ ഇടും, ഒരു ഭാഗത്ത് നമ്മൾ ബെഞ്ച്. നമ്മൾ
ചെലവ് കുറയ്ക്കുക എന്നുള്ള ഒറ്റ രീതി കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ മെറ്റൽ കൊണ്ട് ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ടേബിളിന്റെ സ്ട്രക്ചർ. പല രീതിയിലും ഉണ്ടാക്കാം. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇതിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഡിസൈനിലും ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ ഓരോ ഡിസൈനും സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെയർ ഇട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കാലിലോ നമ്മുടെ ശരീരത്തിലോ ഒന്നും ഈ ഡൈനിങ് ടേബിളിന്റെ കമ്പിയും മറ്റും തട്ടാതെ നോക്കണം. കാരണം നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ ഒരു ഭാഗവും തട്ടരുത്. പിന്നെ നമ്മൾ ചില ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കസേര ഡൈനിങ് ടേബിളിന്റെ ഉള്ളിലോട്ട് നീക്കിയിടാൻ കഴിയില്ല. ഇപ്പൊ ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ കസേര നമുക്ക് ഡൈനിങ് ടേബിളിന്റെ ഉള്ളിലോട്ട് നീക്കിയിടാം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ നെറ്റിൽ നിന്ന് ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു തരുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല പൈസ ഉള്ളവർക്ക് ഇതുപോലെ 1200-ന്റെയും 500-ന്റെയും 600-ന്റെയും കണക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നല്ല ഉഷാറായിട്ട് നല്ല തേക്കിൻ്റെതോ നല്ല മഹാഗണീൻ്റെതോ ഒക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡൈനിങ് ടേബിൾ മരത്തിന്റെ കിട്ടും. അപ്പൊ അവരത് മേടിക്കുക. ഞാനീ പറയുന്നത് ചെലവ് കുറഞ്ഞ രീതിയിൽ, ഇപ്പൊ ഒരു വീട് വെച്ചിട്ട് അധികം പൈസയൊന്നും ഇല്ല, ഇനി പെട്ടെന്ന് കയറി കൂടണം എന്നൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലെ നല്ല ഭംഗിയിൽ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കാം. നമ്മളെ ആവശ്യം നടക്കും. എന്നാൽ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡൈനിങ് ടേബിൾ നമ്മളെ വീട്ടിലുണ്ടാവും. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെ കൂടുതൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിന്റെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വീട് പണി എംബ്രിക് കൊണ്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ നമ്മളെ നമ്പർ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ നമ്പർ കൊടുക്കുക. നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയാണ് വീട് പണി ചെയ്യേണ്ടത്, ചെലവ് കുറഞ്ഞ രീതിയിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ചെക്ക് പ്ലൈവുഡ് ഉപയോഗിച്ചുള്ള സ്റ്റെയറിന്റെ വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ പല സൈറ്റിലും വർക്ക് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വീഡിയോസ് ഇടാൻ ഇത്ര വൈകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.